നമസ്കാരം. നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സാർ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് എന്നാണ്, എന്നത്തേക്ക് എക്സാം കാണും? അപ്പോൾ അതിനുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത് ഈ വീഡിയോ ശ്രദ്ധിക്കുക. എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഏതാണ് ഡേറ്റ്? ദാ നോക്കൂ, എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 17 ഓഗസ്റ്റ് 2022. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. RRB ഗ്രൂപ്പ് ഡി എക്സാംസ് ശ്രദ്ധിച്ചിരിക്കുന്ന, ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ആപ്പ് ക്ലാസ്സസ് കാണുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇവരെല്ലാം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നത്തേക്ക് ഈ മാറ്റിവെച്ച എക്സാം കാണും? നിങ്ങൾക്കറിയാം, ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് മുതൽ ഒരുപാട് നാളായിട്ട് ആളുകൾ, കുറെ ആൾക്കാർ ഇതിന്റെ പാസ്വേഡും കാര്യങ്ങളും എല്ലാം മറന്നുപോയി. കുറെ പേര് ഇതിന്റെ അപ്ലൈ ചെയ്ത കാര്യം തന്നെ വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ എക്സാമിന്റെ ഡേറ്റ് അങ്ങനെ എത്തിയിരിക്കുകയാണ് എന്നാണ്. ഓഗസ്റ്റ് മാസം 17 മുതൽ ഏതിന്റെ എക്സാം വന്നിരിക്കുകയാണ്? RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് ഒഫീഷ്യലി റെയിൽവേ മിനിസ്ട്രി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിനകത്ത് വലിയ ചേഞ്ച് ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം NTPCയുടെ എക്സാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് ഫിക്സഡ് ഡേറ്റ് ആണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കൽ കൂടെ നിങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ വഴി നമ്മൾ ഒരുപാട് ക്ലാസ്സസ് RRB ഗ്രൂപ്പ് ഡിയുടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ആ ഫോളോ അപ്പിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. 17 ഓഗസ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡേറ്റുകളായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രണ്ടിൽ 2 മാസം കൃത്യമായി ഉണ്ടെന്ന് കരുതിക്കൊള്ളുക. കൃത്യം 2 മാസം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഞാൻ സബ്ജക്റ്റ് കൂടി ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം. എന്താണ് സബ്ജക്ട്സ്? നമ്മുടെ കയ്യിലുള്ളത് ഓഗസ്റ്റ് എന്ന് പറയുന്ന മന്താണ്. ഇപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? പറഞ്ഞേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, ഇപ്പൊ നമുക്ക് ജൂൺ ലാസ്റ്റ് ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 17 നമുക്ക് പരീക്ഷ വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 17. അപ്പൊ ഏകദേശം നമ്മുടെ ഒരു എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വരികയാണെങ്കിൽ ഒരു 2 മാസം നമുക്ക് അപ്രോക്സിമേറ്റ് ഫ്രണ്ടിൽ ഉണ്ടെന്ന് കരുതിക്കോളൂ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 60 ഡേയ്സ്. ഓരോ ദിവസവും കൃത്യമായി പഠിക്കുക. RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പാറ്റേൺ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയാണ്. പ്രധാനമായും 4 സബ്ജക്ട്സ് നിങ്ങൾക്കറിയാം: ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് അഥവാ റീസണിംഗ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് സെക്ഷൻ. മാർക്ക് കൂടി ഓർമ്മിപ്പിക്കുന്നു. ജനറൽ സയൻസ് സെക്ഷനിൽ നിന്ന് എത്ര മാർക്ക്? 25 മാർക്സ്. മാത്സിന്റെ സെക്ഷനിൽ നിന്ന് QA 25 മാർക്സ്. ദെൻ അതുപോലെ ജനറൽ ഇന്റലിജൻസ് അഥവാ റീസണിംഗ് 30 മാർക്ക്. ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ചേർത്തിട്ട് എത്രയാണ് വരുന്നത്? 20. അങ്ങനെ എത്രയാണ്? 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ പ്രാധാന്യമുള്ള എക്സാം, വളരെ നിസാരമായ എക്സാം. ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് മറന്നുപോയിട്ടുണ്ട്. കുറെ പേരായ ഈ എക്സാമിന്റെ പാറ്റേൺ തന്നെ വിട്ടുപോയി. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള, കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, റെയിൽവേ മിനിസ്ട്രിയിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കയറാൻ പറ്റുന്ന, കൊള്ളാവുന്ന ഒരു പരീക്ഷ തന്നെയാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇത് 3 കൂടി ചേർന്നാണ് ജനറൽ സയൻസ് ഏരിയ വരുന്നത്. 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്ലിയർ. QAയിൽ വരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ റീസണിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസണിങ് ആണ്. റീസണിങ്ങിൽ ചോദിക്കുന്നത് ഞാനത് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പം മസ്റ്റായിട്ടും ആ ക്ലാസ്സുകളെല്ലാം കണ്ടു പഠിക്കുന്നവർക്ക് കയറാൻ നല്ലൊരു പ്രോബബിലിറ്റിയാണ്. ജനറൽ അവയർനെസ് കൃത്യമായി നമ്മൾ സീരീസ് ക്ലാസ്സുകളിലൂടെയും കൂടാതെ RRB ഗ്രൂപ്പ് ഡി എന്ന ടൈറ്റിലോടും കൂടിയും കുറെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും, ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, 17 ഓഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ്. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരുന്ന ഡേറ്റ് നമ്മുടെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പഠിക്കുക, എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞു, ഏകദേശം 75ഓളം വീഡിയോസ് ഇപ്പൊ തന്നെ RRB ഗ്രൂപ്പ് ഡി എന്ന ടൈറ്റിലുണ്ട് കേട്ടോ. RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ടൈറ്റിൽ ഏകദേശം 75 വീഡിയോസ് ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്.
കൂടാതെ ഞാൻ പറഞ്ഞു സീരീസ് ക്ലാസ്സസുകൾ കാണുക, ബേസിക് ക്ലാസ്സസുകൾ കാണുക. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക, ഇത്തരം ക്ലാസ്സുകൾ അറൌണ്ട് 500 വീഡിയോസ് ദിശ അക്കാഡമി നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. മറ്റൊരു ചാനലും, കേരളത്തിലെ മറ്റൊരു ചാനലും ഇല്ലാത്ത, അവകാശപ്പെടാൻ ഇല്ലാത്ത രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എന്തിനു വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. RRB ഗ്രൂപ്പ് ഡി 75ഓളം ക്ലാസ്സുകൾ. കൂടാതെ നമ്മളുടെ ടോട്ടൽ വീഡിയോസിന്റെ കൗണ്ട് ഏകദേശം 500ഓളം വീഡിയോസ്. നിങ്ങൾക്കറിയാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റെയിൽവേ, SSC പോലെയുള്ള എക്സാംസ്, ബാങ്കിങ് എക്സാംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൽവേ, SSC എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ചാനൽ വലിയ ഉപകാരമാവും. അപ്പോൾ ചോദിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ഒരു നിമിഷവും കളയാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സാമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.